മണാലി യാത്ര നടത്തിയ നബി സുമ്മയ്ക്കെതിരായ മതപണ്ഡിതൻ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ്. ഭർത്താവോ സഹോദരനോ പിതാവോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതമെന്നും എ പി അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പോൾ ഹജ്ജിൻ്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അങ്ങനെ അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിലേ സ്ത്രീ അങ്ങനെ യാത്ര പോകേണ്ടതുള്ളൂ. കോഴിക്കോട് നിന്ന് അനിൽക്ക സേദ്യം വിചേരുന്നു വിവരങ്ങൾ നൽകാൻ. അനിൽക്ക, ഈ നബീസമ്മയുടെ യാത്ര അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം വലിയ ആഘോഷമാക്കുമ്പോൾ ഇരുകൈങ്ങി നീട്ടി സ്വീകരിക്കുമ്പോൾ ഇബ്രാഹിം സഖാഫി നടത്തിയ ആ പരാമർശം അത് വലിയ വിവാദമായിരുന്നു. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയപ്പോൾ സഖാഫിയെ പിന്തുണച്ച് കാന്തപുരം കൂടി രംഗത്തെത്തുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? അരുണ്യ, ഈ നബീസിമ്മയുടെ ഈ മണാലി യാത്രയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും അതോടൊപ്പം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിരുന്നു നബീസിമ്മയുടെ ഈ മണാലി യാത്രയുമായി ബന്ധപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട കാന്തപുരം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഇബ്രാഹിം സഖാഫി കോഴിക്കാട്ടിയേരിയാണ് അതിൽ നബീസിമ്മയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതിനുശേഷം തന്നെ ഇത്തരത്തിൽ വിമർശനം നടത്തിയ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനാ നേതാക്കന്മാരൊന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയില്ല. എന്നാൽ ഇന്ന് ഡൽഹിയിൽ വെച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ്. അതോടൊപ്പം തന്നെ ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നത് ഉചിതമാണ്. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അറിയില്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളായിട്ടുള്ള ഈ ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കുന്ന സമയത്ത് ഈ രക്തബന്ധമുള്ള, അതായത് സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് ഉൾപ്പെടെ ആരെങ്കിലും കൂടെ ഉണ്ടാകണമെന്നൊരു ആചാരം ഈ സുന്നി ഭാഗം വിശ്വാസികൾക്കിടയിലുണ്ട്. എന്നാൽ മറ്റ് മുസ്ലിം മത വിശ്വാസികളായിട്ടുള്ള മുജാഹിദോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് അത്തരത്തിൽ അങ്ങനെ ഒരു ആചാരം നിലവിലില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഈ നബീസിമ്മയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ആരും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള MK മുനീർ അടക്കം ഈ നബീസുമ്മയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്ത്രീകൾ പൈലറ്റുമാർ വരെ ആയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിൽ വെട്ടിത്തിളങ്ങുന്നവരാണെന്നൊരു പ്രതികരണമായിരുന്നു MK മുനീർ നടത്തിയിട്ടുള്ളത്. ഇബ്രാഹിം സഖാഫിയുടെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ഒരിക്കൽ പോലും പിന്തുണ ഉണ്ടായിരുന്നില്ല. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സ്വലാത്തും ദിക്റും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യസ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി. മഞ്ഞു വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ഇതാണ് പ്രശ്നം എന്നായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വലിയൊരു വിമർശനം മുസ്ലിം വിശ്വാസികളുടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിലാണ് ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, കോഴിക്കോട് നിന്ന് അനിൽക്ക സേദ്യം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.